ഹലോ, വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി, ഒരവസരം കൂടി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ആയിരിക്കാനും കർത്താവിനെ കേൾക്കുവാനുമുള്ള ഭാഗ്യം നമുക്ക് കർത്താവ് ഒരുക്കി തന്നു. സത്യവചനത്തെ അറിയാൻ നമുക്കൊരു വിശപ്പും ദാഹവും വേണം. നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തെ നമ്മൾ മുറുകെ പിടിക്കണം. നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ കൂടുതലായിട്ടുള്ള പ്രകാശം നമുക്ക് വചനത്തിലൂടെ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് കേൾക്കുന്ന വചനങ്ങൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ആക്കി തീർക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. എനിക്ക് മറ്റുള്ള നിലയിലൊന്നും പോയി സമയം കളയാൻ നിങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമക്കളെ, നമ്മൾ എന്നും യഥാർത്ഥമായിട്ടും സമയത്തിൻ്റെ അനുസരിച്ചുള്ള വളർച്ച നമുക്കുണ്ടാകുന്നുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ്. ഇന്ന് പല നിലകളിലുള്ള ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നമുക്ക് ചുറ്റുപാട് നടക്കുക. യഥാർത്ഥത്തിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷയാണോ എന്ന് നമ്മൾ വിവേചിച്ചറിയേണ്ടത് ഓരോ വിശുദ്ധന്മാരുടെയും കർത്തവ്യമാണ്. അതുകൊണ്ട് വളരെ വളരെ പറയാനുണ്ട്. സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ പോയിന്റുകൾ മാത്രം നിങ്ങളോട് പെട്ടെന്ന് പറയാം. അപ്പോൾ ഈ കാര്യം ഒരു മുന്നറിയിപ്പായിട്ട് യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്ന വാക്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാനത് വായിക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ ഇത് എന്ന് ശോധന ചെയ്യണം. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നി കാണും, പലരുടെയും സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറഞ്ഞു കാണും, ഇത് ദൈവാത്മാവിൻ്റെ ഉപദേശമായിട്ട് തോന്നുന്നില്ലല്ലോ, ഇത് ഏതോ മറ്റൊരു ആത്മാവാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടില്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ നിശ്ചയമായിട്ടും ആത്മാക്കളെ വിവേചിക്കണം. നമ്മൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ എന്ന് നമ്മൾ, കാരണം അനവധി ആത്മാക്കളുണ്ട്. കർത്താവിനെ അല്ല അവർ ഉയർത്തുന്നത്, അവർ മറ്റൊരു യേശുവിനെയും മറ്റൊരു സുവിശേഷവും മറ്റൊരു ആത്മാവിനെയും പകരുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. ഇതൊക്കെ വചനത്തിൽ മുന്നറിയിപ്പായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് നമുക്കെന്തുവാ? നമുക്ക് ഇച്ചിരി രോഗസൗഖ്യം തരുന്നതും കഷ്ടങ്ങൾ കൂടാതെ സുഖമായിട്ട് ജീവിക്കാനുള്ള വഴികളൊക്കെ തുറന്നു തരുന്ന ദൈവത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വേറൊരു സുവിശേഷക്കാർക്ക് വളരെ സ്വാധീനം വിശ്വാസികളുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസൻ 2 കൊരിന്ത്യർ അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. ഞാൻ വായിക്കാം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. എന്തൊരു മുന്നറിയിപ്പാ! അപ്പോൾ വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, നിങ്ങൾ നോക്കുക എത്ര ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. നോക്കണേ, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിലൂടെ അവർക്ക് ലഭിക്കുന്നത് എന്തുവാണ്? അവർ വേറൊരു ആത്മാവിന് അവർ അധീനരായിത്തീരുകയാണ്. അറിഞ്ഞോ അറിയാതെയോ സത്യ ആത്മാവിൽ നിന്ന് അവർ വഞ്ചിക്കപ്പെടുകയാണ്. ഇന്ന് എത്രയോ പേരിലാണ് ഇങ്ങനെയുള്ള ആത്മാക്കൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ യഥാർത്ഥമായും സത്യാത്മാവിലാണോ? ക്രിസ്തുവിൻ്റെ ആത്മാവ്, നമ്മൾ റോമർ 8:9 എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ഞാൻ പ്രാപിച്ചത് യഥാർത്ഥമായും ക്രിസ്തുവിൻ്റെ ആത്മാവാണോ? പുത്രത്വത്തിൻ്റെ ആത്മാവാണോ? ഇന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ അബ്ബാ എന്ന് വിളിക്കുമ്പോൾ ആ പിതാവ് എന്താ മോനെ എന്ന് കേൾക്കുന്നുണ്ടോ? അങ്ങനെയൊരു നല്ല ബന്ധം നമുക്ക് വേണ്ടേ പ്രിയമുള്ളവരെ? അതിന്ന് നമുക്കുണ്ടോ? നമുക്ക് ഏതെങ്കിലും നിലയിലുള്ള കുറച്ച് അറിവ് മാത്രം പോരാ, നമുക്ക് അനുഭവം ഉണ്ടായിരിക്കണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന. അപ്പോൾ ഇവിടെ പറയുന്നത് വേറൊരു ആത്മാവ്. ഇത് കൂടാണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും പൗലോസ് അവിടെ പറയുന്ന ഒരു മുന്നറിയിപ്പിനെ അറിയോ? 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1-ാം വാക്യം, എന്നാൽ ഭാവികാലത്ത് ചിലർ
വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും. നോക്കണേ, വ്യാജാത്മാക്കൾ, വ്യാജം പ്രചരിപ്പിക്കുന്ന, അതല്ലേ ഇന്ന് നമ്മൾ കാണുന്നേ. ഇന്ന് പൊതുവെ ആത്മീയ ഗോളത്തിൽ വ്യാജാത്മാക്കളുടെ ഒരു വലിയ കേളീരംഗമായി മാറിയിരിക്കുകയല്ലേ. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ കേൾപ്പിക്കുന്ന ആ സന്ദേശത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ചിലപ്പോൾ നമുക്ക് കേൾക്കാനൊക്കെ വളരെ രസമായി തോന്നിയേക്കാം, എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ്, പൗലോസിൻ്റെ ശിലാസിൻ്റെ പിന്നിൽ വന്ന് പ്രവർത്തിച്ച ഒരു ആത്മാവ്, ഒരു സ്ത്രീയെ നമുക്കറിയാം. അപ്പോൾ ആ ആത്മാവിനെ പൗലോസ് ശാസിച്ചു കഴിഞ്ഞപ്പോൾ അത് വിട്ടുപോയി. നമ്മൾ ചിന്തിക്കണം, അവൾ ചെയ്ത കാര്യം വലിയ നല്ല കാര്യമാണ്. ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, നിങ്ങളോട് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ ഇവർ പറയുക, വന്ന് കേൾക്കാനാണ് പറഞ്ഞത്, നല്ല കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആത്മാവേതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വിവേചിക്കണം. നമുക്ക് വിവേചിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, അതെ, വ്യാജാത്മാവ്. മറ്റൊരു ആത്മാവിനെ കുറിച്ച് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അത് വായിക്കുന്നത്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. കണ്ടോ, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. ശരിയാണോ? ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ആണോ പ്രാപിച്ചത്, അതോ ലോകത്തു നിന്നുള്ള ആത്മാവിനാണോ? നമ്മൾ ലോകരാണോ അതോ യഥാർത്ഥത്തിൽ ആത്മീയരാണോ? ചിന്തിക്കണം. ഈ ലോകത്തിൻ്റെ ആത്മാവിനെ നേടിയവർക്ക് ലോകത്തിനെ പോലെ തിരഞ്ഞെടുപ്പിൽ അവരുടെ കണ്ണിന് കാഴ്ചയ്ക്ക് കൊള്ളാവുന്നതിനെ തിരഞ്ഞെടുത്ത് അവരുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുകയാണ്. വളരെ ചിന്തിക്കണം പ്രിയമുള്ളവരെ, വളരെ ചിന്തിക്കണം. ലോകത്തിൻ്റെ ആത്മാവ്, ലോകത്തോട് കൂടുതൽ ചേർന്ന് പോകാൻ തക്കൊണ്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവ്. നോക്കണേ, ലോകത്തിൻ്റെ ആത്മാവിനെ ലഭിച്ചവർക്കൊന്നും ഈ ആത്മീയ കാര്യങ്ങൾ അത്ര രുചികരമായി തോന്നുകയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ലോകത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. വീണ്ടും നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ തന്നെ പണ്ടത്തെ അവസ്ഥ ഓർപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത്, അവിടെ ഒരു ആത്മാവ് പ്രവർത്തിച്ചു. അത് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അനുസരണക്കേടിൻ്റെ ആത്മാവ്. എഫേസ്യർ 2:2 പറയുന്നു, അനുസരണക്കേടിൻ്റെ ആത്മാവ്. നമ്മളൊക്കെ ആ ആത്മാവിന് വിധേയരായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അനുസരിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ? ഇന്ന് എത്രയോ സത്യങ്ങൾ, എത്രയോ വട്ടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചു. നമുക്ക് അനുസരിക്കാൻ മനസ്സുണ്ടോ? പൗലോസ് 2 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 2:9, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനായി ഞാൻ എഴുതിയിരുന്നത്. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ, അനുസരണത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടോ എന്നറിയുവാൻ. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ അനുസരണക്കേടിൻ്റെ ആത്മാവിൽ ജീവിക്കുക. അപ്പോൾ ഇന്ന് നമ്മളെ ഏത് ആത്മാവാണ് ഭരിക്കുന്നേ? സത്യാത്മാവിൻ്റെ അനുസരണത്തിലാണോ? സത്യാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും എന്നല്ലേ യോഹന്നാൻ 16:13 വായിക്കുന്നേ? അതെ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നേ. എന്നാൽ ഇന്നും ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞിട്ടും അതിനെ അനുസരിക്കാൻ തയ്യാറില്ലാത്തവർ, അതിനോടൊരു ഉത്സാഹമില്ലാത്ത, അതിനോടൊരു കൂറില്ലാത്ത ഒരു കൂട്ടം ജനം. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. നമുക്കിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അത് അനുസരിക്കാനുള്ള മനോഭാവം ഉണ്ടോ? കർത്താവ് നമ്മളോട് എന്ത് കാര്യം പറയുന്നെങ്കിലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്കതിന് മനസ്സില്ല, നമുക്കത് അനുസരിക്കാനുള്ള ഉത്സാഹമില്ല. അതിന് വലിയ ത്യാഗവും അതിന് ചിലപ്പോൾ കഷ്ടങ്ങളും സഹനങ്ങളും ഒക്കെ ആവശ്യമാണ്. അതിന് നമുക്ക് മനസ്സില്ല. അപ്പോൾ ഇന്നും നമ്മൾ ഏത് ആത്മാവിനാണ്, ഏത് ആത്മാവിന് അധീനരാണ്, ഇത് നമ്മൾ കാണണ്ടേ. നിശ്ചയമായും നമ്മൾ ഏതെങ്കിലും ഒരു ആത്മാവിന് വിധേയപ്പെട്ട ജീവിക്കുന്ന ഏത് സമയത്തും ഒരു വ്യക്തിയിൽ തന്നെ അനേക പ്രകാരത്തിലുള്ള ദുഷ്ടാത്മാക്കൾ വസിക്കുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാണോ ഞാൻ ജീവിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് അനുസരണക്കേടിൻ്റെ ആത്മാവെന്ന്. നമുക്കറിയാം, നമ്മൾ സത്യവചനം കേട്ടിട്ട് ഈ വചനങ്ങളെ തള്ളിക്കളഞ്ഞാൽ ദൈവം തന്നെ നമ്മളിലേക്ക് മറ്റൊരാത്മാവിനെ അയക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. അതേതാണ്? അത് ഫോഷ്കിൻ്റെ ആത്മാവാണ്. എന്താണ്?
വ്യാജാത്മാവ്. നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഫോഷ്കിൻ്റെ ആത്മാവ്, വ്യാജത്തിൻ്റെ ആത്മാവ്. നോക്കുക, ഫോഷ്ക്ക്, വ്യാജം. അല്ല, ഇന്നതൊക്കെയല്ലേ ആൾക്കാർക്ക് ഇന്നത്തെ ആത്മീയ കോളത്തിൽ കാണുന്നതെല്ലാം. ഞാൻ ഇന്ന് നീ ലണ്ടനിലേക്ക് പറക്കുന്നത് കാണുന്നു, നിന്റെ മക്കളെല്ലാം ഇന്ന പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഞാൻ കാണുന്നു. ആരും കാണിച്ചതല്ല പ്രിയമുള്ള, ഇതൊക്കെ വ്യാജാത്മാക്കളുടെ കാര്യമല്ലേ? ഇങ്ങനെയുള്ള ഒരു കാര്യവും ശുശ്രൂഷയൊക്കെ ആരെങ്കിലും ദൈവം ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പറയുന്ന കള്ളപ്രവാചകന്മാരെ കൊണ്ട് ഇന്ന് ആത്മീയ ഗോളം മലിനസമായിരിക്കല്ലേ പ്രിയമുള്ളവരെ? ആര് ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കൂട്ടായ്മകളിൽ വരുത്താനേ പാടില്ല. എന്നാൽ ഇതൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊന്നും അത് ഇഷ്ടപ്പെടുകയില്ല. അവർക്ക് ദൈവത്തിൻ്റെ സത്യവചനമല്ല വേണ്ടേ. ഈ ലോക കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനും ലോകത്തിൻ്റെ സമൃദ്ധി, ലോകത്തിൻ്റെതായിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വഞ്ചിക്കപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ കേൾക്കുന്നത് യഥാർത്ഥത്തിലുള്ള സത്യസുവിശേഷമല്ല. നമ്മൾ വേറൊരു ആത്മാവിനെ നമ്മൾ വിധേയപ്പെട്ടുകൊണ്ട് വഞ്ചിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ അല്പായുസ് നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. അനേക നിലകളിലുള്ള ആത്മാക്കളുണ്ട്. ഇനിയും നമ്മൾ ഈ വചനം, ഇന്ന് പലർക്കും സത്യവചനം കേൾക്കാനായിട്ട് താല്പര്യം പോലും ഇല്ലാത്തതിന് കാരണം അറിയാവും. അവരുടെ ആത്മാവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനെക്കുറിച്ച് 1 യോഹന്നാൻ 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. നോക്കണേ, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ആത്മാവിലാണ്? ചിലരോട് ദൈവം പറയാൻ പോകുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ സഭയിലെന്ന് പറഞ്ഞ് ഉടനെ പോയി കളയും. ലോകകാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മണിക്കൂറുകൾ ഇരുന്ന് കേൾക്കും. കാരണം അവർ ഏതൊരാത്മാവിലാണ്? ഏതാത്മാവിലാണ്? വഞ്ചനയുടെ ആത്മാവിൽ. സത്യത്തിൻ്റെ ആത്മാവല്ല, വഞ്ചനയുടെ ആത്മാവിൽ. ശ്രദ്ധിക്കണം ദൈവമക്കളെ. നമ്മൾ ഈ അന്ത്യകാലത്ത് നമ്മളിതൊന്ന് കേൾക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ സത്യമില്ലാത്ത, സത്യ ആരാധന എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ജനങ്ങൾ അത്രമാത്രം ആത്മീയ ജീവിതത്തിൽ വീണ് കിടക്കുകയല്ലേ, അതപ്പതിച്ചിരിക്കുകയല്ലേ. യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് സത്യവചനത്തോട് നമുക്ക് കൂറുണ്ടോ? ഒരു ശരിയായ നിലയിലൊരു ബൈബിൾ സ്റ്റഡി പോലും നടത്തുവാൻ ഇന്ന് ജനങ്ങൾക്ക് ഉത്സാഹമില്ല. സ്വയം ഒരു ബൈബിൾ അധ്യയനമില്ല അവർക്ക്. വചന പഠനം, വചന ധ്യാനം, പ്രാർത്ഥനാ ജീവിതം, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹം ഉള്ള വിശുദ്ധന്മാർ ഈ തലമുറയിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, ഈ ആത്മാക്കൾക്ക് വേണ്ടി ഒന്ന് കരയുക, ഇന്ന് എത്ര പേർക്ക് അത് സാധിക്കുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഏത് ആത്മാവിന് അധീനർ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. ഇനിയും നമുക്കറിയാം, നമ്മൾ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവിനോട് കൂടെ സഞ്ചരിച്ച യാക്കോബും യോഹന്നാനും ശമര്യർ കർത്താവിനെ കൈക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യവും കർത്താവ് പറയുന്ന ഉത്തരവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൂക്കോസിന് സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 54-55 വാക്യം ഞാൻ വായിക്കാം. അത് അവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും തീയിറങ്ങി അവരെ നശിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. നോക്കണേ, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാ? കർത്താവ് രക്ഷിക്കാൻ വന്ന് കർത്താവിനോട് അവരെ നശിപ്പിക്കട്ടെന്നാണ് ചോദിക്കുന്നത്. നോക്കുക പ്രിയമുള്ളവരെ, അത് ഏതൊരു ആത്മാവാ? നമ്മൾ മറ്റൊരു വ്യക്തിയുടെ ഏതെങ്കിലും നിലയിലുള്ള ഒരു തകർച്ച, നഷ്ടം, കഷ്ടം ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ ആത്മാവെന്നുള്ള കാര്യമല്ല. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവർ ഏത് ആത്മാവിന് അധീനരാണെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. നമ്മൾ ഇന്ന് ഏത് ആത്മാവിന് അധീനരാണ്? നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് യഥാർത്ഥമായിരിക്കുന്ന ഒരു ആത്മഭാരമുണ്ടോ?
അവരും ക്രിസ്തുവിൽ തികഞ്ഞവരായി ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി, ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനായി, നല്ലൊരു ആത്മീയനായി, നല്ലൊരു വിശുദ്ധനായി, നല്ലൊരു മാതൃകാ പുരുഷനായി തീരണമെന്ന് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ആഗ്രഹമുണ്ടോ? ആ ഒരു തീക്ഷ്ണമായ ആഗ്രഹം നമുക്ക് വേണം പ്രിയമുള്ളവരെ. നമുക്ക് ദൈവം തരുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ, ക്രിസ്താനുരൂപരായി തീരുവാൻ, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി ജീവിക്കുന്നവരായി ആകുവാൻ നമ്മളാവോളം നമ്മൾ പരിശ്രമിക്കണം. അതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാ യഥാർത്ഥത്തിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി. നമുക്ക് മറ്റുള്ളവരെയും കർത്താവിൽ വളരുവാനും വളർത്തുവാനും അവരെ തികഴുള്ളവരായി തീർക്കുവാനും നമുക്ക് കഴിയണം. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഏത് ആത്മാവിന് അധീനത? ദൈവം നമുക്ക് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആത്മാക്കളുടെ വിവേചനമെന്ന ഈ വരം വളരെ അനിവാര്യമാണ്. നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ 12-ാം അധ്യായം 10-ാം വാക്യം, 1 കൊരിന്ത്യർ 12-10-ാം വാക്യം. അവിടെ പറയുന്ന അനേക കൃപാവരങ്ങളിൽ ഒരു കൃപാവരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭാഷ വ്യാഖ്യാനം. പിന്നെ മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം. ആത്മാക്കളുടെ വിവേചനം. നമ്മൾ ആത്മാക്കളെ വിവേചിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ആത്മാക്കളെ വിവേചിക്കുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ ഈ നാസിക്കിൽ വന്ന് കള്ളപ്രവചനം, പച്ചക്കള്ളം. എനിക്ക് ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയുന്നതിന് ഞാൻ ഇച്ചിരി മുമ്പ് ഹിന്ദിയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നാൽ മലയാളികളോട് ഞാൻ പറയട്ടെ. ഒരു സൈമൺ ചാക്കോ എന്ന് പറഞ്ഞ ഒരു കള്ളപ്രവാചകൻ ഇന്ന് അമേരിക്കൻ നാടുകളിലൊക്കെ കിടന്ന് വിലസുക. പച്ച കള്ളം പറയുന്ന ഇത്രയും മാത്രം വലിയ കള്ളപ്രവാചകൻ. അപ്പം അദ്ദേഹം നാസിക്ക് വന്നിട്ട് ഇവിടെയുള്ള പലരെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കള്ളപ്രവചനം നടത്തി. എന്നോട് പറഞ്ഞു, എനിക്കന്ന് 2ാമത്തെ കുഞ്ഞ് ജനിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊരു മകൻ എന്നെ കാണിക്കുന്നു ദൈവം. എൻ്റെ ഒരു സഹോദരൻ കർത്താവിൻ്റെ വേലക്കാരനാണ്. അദ്ദേഹത്തിനും പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മകൻ ജനിക്കാൻ പോകുന്നു. എനിക്കിതൊക്കെ പെൺകുഞ്ഞാ. ദൈവം തരുന്നത് ആരായാലും നമുക്ക് സന്തോഷമല്ലേ. പക്ഷേ എന്തിനിങ്ങനെ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പുള്ളി പഞ്ചാബിൽ പട്ടാൻകോട് പോയപ്പം ഒരു ബ്രദറൻ ചർച്ചിൽ പുള്ളിക്കാരനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. 300 പേരുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം 150 പേര് അഭിഷേകം പ്രാപിച്ചു. അദ്ദേഹത്തിന് അഭിഷേകം എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത എന്തൊരു വഞ്ചനയാണ്. എന്നിട്ട് ഇവിടെ ഒരു വലിയൊരു എന്തൊക്കെ കൂട്ടായ്മയുടെ മധ്യത്തിൽ ഇദ്ദേഹം കിടന്ന് കസർക്കുക. അന്നേരം അവിടുത്തെ മൂപ്പൻ പറഞ്ഞു, ഞങ്ങൾ പകുതി പേരെ പ്രാപിച്ചുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഉടനെ പോകരുത്, നമുക്ക് ശുശ്രൂഷ 2 ദിവസം അവിടെ നീട്ടാം. കള്ളം. അതും കൂടി ഞാനവിടെ ഉള്ള സമയമാണ് ഇതേ ഈ പറയുന്ന കാര്യം. അവിടെ മൃതകാർ 15 പേര് പോലും ഇല്ല. അദ്ദേഹം പറയാം 300 പേരുണ്ടായിരുന്നു. എന്തൊരു ഇവിടെ ആൾക്കാരങ്ങോ ഭയങ്കര സ്തുതി സ്തോത്രമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാർ ഇത് ഒന്നൊന്നുമല്ല. ഞാനിങ്ങനെ എത്ര പേരുടെ പേര് പറയണം. വേറൊരു വിദ്വാൻ 72 വയസ്സുണ്ട്. അദ്ദേഹം വന്ന് പറയുകയാണ്, പുള്ളിക്കാരൻ നേപ്പാളിൽ പുള്ളി മുഖാന്തരം 2000 പേര് വിശ്വാസികൾ വന്നു. വളരെ ഭയങ്കരമായിരിക്കുന്ന കള്ളത്തരത്തിൻ്റെ ഏത് മനുഷ്യനെയും നേരെ നിൽക്കുന്ന കൊമ്പ് ചാഞ്ഞു വരുമെന്ന് പറയുന്ന പോലുള്ള ശുശ്രൂഷ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ട് ഞാനതിൽ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ? അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞത് കള്ളമാണ്. അതുപോലെ സൈമൺ ചാക്കോ ഇവിടുന്ന് ഓടുകയില്ലേ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനവിടെ ഉണ്ടായിരുന്ന വിഷയമല്ലേ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടുന്ന് മുങ്ങി. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആത്മാക്കളെ വിവേചിക്കണം. ആത്മാക്കളെ വിവേചിക്കുന്നില്ല എങ്കിൽ എത്ര ഭയങ്കരമായിരിക്കുന്ന പച്ചനയായിരിക്കും പ്രിയമുള്ളവരെ. ഇന്ന് നടക്കുന്നത് മുഴുവനും ഇന്ന് എത്രയോ പേരായി ഇങ്ങനെയുള്ള ഈ ദുരുപദേഷ്ടക്കാരന്മാരിലൂടെ വഞ്ചിക്കപ്പെടുന്നത്. സത്യവചനം അവരുടെയിലില്ല. എന്നിട്ട് അതും ഇതും പറഞ്ഞ് ഈ പോഷ്കിൻ്റെ ആത്മാവിൽ ജനത്തെ വഞ്ചിക്കുക. അവരിലേക്ക് ഇങ്ങനെ അത് കേൾക്കാനും ഒരുപാട് ജനമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഭയങ്കര ദുഃഖം. നമ്മൾ ആത്മാക്കളെ വിവേചിക്കണേ ദൈവമക്കളെ. ഈ ആത്മാക്കളുടെ വിവേചനം വരെ ഇല്ല എങ്കിൽ എത്രമാത്രം ഭയങ്കരമായിട്ട് വഞ്ചിക്കപ്പെടും. ചിലരാണെങ്കിൽ ഊതി വീഴ്ത്തലും ഉന്തി വീഴ്ത്തലും ടൗലിട്ട് കറക്കി അല്ലെങ്കിൽ
കൈവീശി വീഴിക്കുന്ന ഒരുപാട് വീഴ്ത്തലുകൾ, ശുശ്രൂഷകൾ. പ്രിയമുള്ളവരെ, ആത്മീയ ഗോളം എവിടെ വീണു? എവിടെ ചെന്ന് നിൽക്കുന്നു? നമുക്കറിയാം, ഊതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരാരും ഊതിയതായിട്ടല്ല ബൈബിൾ പറയുന്നത്, ദൈവം ഊതിയതായിട്ടാണ്. നമുക്കറിയാലോ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ആദാമിൻ്റെ നമുക്കറിയാം, 7-ാം വാക്യം, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആരാ ഊതിയത്? ദൈവം ഊതിയത്. എന്തിനാ ഊതിയത്? ജീവൻ പ്രാപിക്കാൻ. അതുപോലെ ഒരു ഊത്ത് പുതിയ നിയമത്തിലുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം അല്ലേ? യോഹന്നാൻ 20-ന്റെ 22-ാം വാക്യമാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ മേൽ ആരാ ഊതിയത്? കർത്താവ് ഊതിയത്. എന്തിനാ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ഉപദേശമൊന്നും അല്ല ഇപ്പോൾ അവിടെ പറയുന്നത്, എങ്കിലും ഊതിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ 2 സ്ഥലത്ത് ഊതിയത് ആരും മനുഷ്യരല്ല, ദൈവമാണ് ഊതിയത്. എവിടെയെങ്കിലും മനുഷ്യൻ ഊതിയതായിട്ട് ഈ ബൈബിളിലില്ല. അപ്പോൾ നോക്കണം, ഈ ഊത്തുകാരൊക്കെ എവിടെ നിന്ന് വന്നതാ? ആരുടെ ശുശ്രൂഷകരാ? മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, എവിടെയെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ ആ വലിയ വെളിപ്പാടുകൾ ലഭിക്കുമ്പോൾ ആൾക്കാർ ആരും മലന്നു വീണതായിട്ട് ബൈബിളിലില്ല. കമിഴ്ന്ന് വീഴുന്ന കമിഴ്ന്ന് വീണതായിട്ടാണ്. നമുക്കറിയാം, ആദ്യം തന്നെ ഞാൻ യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തിൽ തുടർമാനമായിട്ട് അത് കാണാൻ കഴിയും. ഞാൻ അതിൻ്റെ 1-ാം അധ്യായം യെഹെസ്കേൽ 1-ന്റെ 28-ാം വാക്യത്തിൻ്റെ ബി പാട്ട് വായിക്കാം. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. നോക്കണം, ഞാൻ കവിണ്ണു വീണു. ഇത് യെഹെസ്കേൽ തുടർമാനമായിട്ട് അതിന് 3-ന്റെ 23, 43-ന്റെ 3, 44-ന്റെ 4 ഇങ്ങനെ നമുക്ക് അനവധി പ്രാവശ്യം കാണാൻ കഴിയും. ഞാൻ എല്ലാം എടുത്തിപ്പോൾ വായിക്കുന്നില്ല. പക്ഷെ വീണതെല്ലാം എങ്ങോട്ടാ? പുറകോട്ട് വീഴുന്ന ഒരു വാക്യത്തിലുമില്ല, കവിണ്ണ് വീഴുന്ന. നോക്കണേ. ഇനി ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുരുഷൻ എന്ന് പറയുന്ന ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ, ദാനിയേലിൻ്റെ ജീവിതത്തിലും ദൈവികമായിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യം ഉണ്ടായപ്പോൾ അതിൻ്റെ ദാനിയേൽ 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അപ്പോൾ അവിടെ വായിക്കുന്നതും, അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണ് വീണു. ഉണ്ടോ? കവിണ്ണ് വീണു. പ്രിയമുള്ളവരെ, അത്രമാത്രം അതാണ് ദൈവത്തിൻ്റെ ആ മഹത്വം കാണുമ്പോൾ ജനങ്ങൾ വീണത് എങ്ങോട്ടാ? കവിണ്ണ് വീണു. നോക്കണേ. ഇനി നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ, അപ്പോസ്തലന്മാരുമായിട്ട് മറുരൂപ മലയിലേക്ക് പോയപ്പോൾ അവിടെ കർത്താവ് വെളിപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ സംഭവത്തെക്കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല, ഞാൻ അതിനെ സംക്ഷേപിച്ച് മാത്രമേ പറയുന്നത്, നമുക്ക് നമ്മുടെ സമയം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്നും പിതാവിൻ്റെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന ഒരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണ് വീണു. എന്ത് ചെയ്തു? കവിണ്ണ് വീണു. ശിഷ്യന്മാർ അത് കേട്ടിട്ട് കവിണ്ണ് വീണെന്ന നമ്മൾ ചിന്തിക്കണം. ഇനി നമുക്കറിയാമല്ലോ, നമുക്ക് വെളിപ്പാട് പുസ്തകം എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. അവിടെ പത്മോസ് ദ്വീപിൽ കർത്താവ് വെളിപ്പെട്ടപ്പോൾ തൻ്റെ മാറോട് ചാർന്നിരുന്ന യോഹന്നാൻ തൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ അവിടെ സംഭവിച്ചത്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. നോക്കണം, അവൻ്റെ കാൽക്കൽ താൻ വീണു. അവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് കമന്ന് വീണു എന്നാണ്, കമന്ന് വീണു എന്നാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ദൈവസഭയിൽ വരുമ്പോൾ യഥാർത്ഥ ആത്മീയ ശുശ്രൂഷ ഉള്ളിടത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ഈ വചനം കേൾക്കുന്നവർ തന്നെ പാവബോധമുണ്ടായിട്ട് കവിഞ്ഞു വീഴും. അത് നമ്മൾ കൂട്ടായ്മയിലൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചും വചനത്തിൽ പറയുന്നുണ്ട്. അവർ വീഴുന്നത് പുറകോട്ടല്ല, മുമ്പോട്ടാണ്. അത്
പിന്നെ 1 കൊരിന്ത്യർ അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മാവില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെയും വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവൻ്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ്, കണ്ടോ, അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. കവിണ്ണു വീഴുന്ന പറഞ്ഞ് ആത്മീയ ശുശ്രൂഷ നടക്കുന്നിടത്ത് പോലും ജനങ്ങൾ കടന്നു വരുമ്പോൾ അവർ കവിണ്ണു വീഴുകയാണ്. എന്നാൽ ഈ മലർന്നു വീഴുന്ന കാര്യവും വചനത്തിൽ പറഞ്ഞിട്ടില്ലെന്നല്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ, അപ്പോൾ ഈ മലർന്നു വീഴുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ പാത്രമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 49-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാനം ഇവിടെ വായിക്കുന്നത്, ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു, അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്ത് കയറിയവൻ മലർന്നു വീഴും. എങ്ങനെ വീഴും? മലർന്നു വീഴും. നോക്കണം, ഒരു പിശാചിൻ്റെ കടിയേറ്റവൻ മലർന്നു വീഴും. അതതിൻ്റെ വാസ്തവം. അതിനെക്കുറിച്ച് നമുക്ക് ഏശയ്യാപ്രവചനം പഴയ നിയമത്തിലെ സുവിശേഷമാണല്ലോ, അതിൻ്റെ 28-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് വളരെ രസമാണ്. നോക്കൂ, ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ അകപ്പെട്ട് പിടിപ്പെടും. നോക്കണം, എന്താണ്? അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ. ഇത് കുടുക്ക, പ്രിയമുള്ളവരെ, ഇത് കുടുക്ക. ഇങ്ങനെ വീണിട്ട് ഞങ്ങൾ അത് കണ്ട് ഇത് കണ്ടതൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാതെ, കള്ളം പറഞ്ഞ് മനുഷ്യരെ കളിപ്പിക്കാതെ പുറകോട്ട് വീഴുന്നത് അതൊരു കെണിയാണ്. അത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. അവർ ആ കെണിയിൽ പെടുകയാ. ഇനി കേൾക്കണോ? ഇനിയും 1 ശമൂവേൽ അതിൻ്റെ 4-ാം അധ്യായം നമുക്കറിയാം. ഏലി പുരോഹിതനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഉണ്ടായതാണ്. എന്നാൽ ഇവിടെ ഈ ഏലിക്ക് സംഭവിച്ചത് എന്താ അറിയോ? 1 ശമൂവേൽ 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഞാൻ വായിക്കാം. 18-ാം വാക്യം, ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിക്കൽ ആസനത്തിൽ നിന്നും പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. കണ്ടോ, പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെയെല്ലാം നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ പുറകോട്ട് വീഴുന്ന ഇന്നത്തെ ഈ ഊതി വീഴ്ത്തിലും ഉന്തി വീഴ്ത്തിലും ഒക്കെ പ്രിയമുള്ളവരെ, അത് തികച്ചും പൈശാചികമാണ്. തികച്ചും ആത്മീയമായിട്ട് ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു. നിങ്ങൾ വളരെയധികം ശത്രുവിൻ്റെ കെണിയിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും അങ്ങനെ വീണ വ്യക്തി ആയിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ. യഥാർത്ഥമായിട്ടും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെടുകയല്ലേ? ഇന്ന് നിങ്ങളുടെ ആത്മീയ അവസ്ഥ എങ്ങനെയുണ്ട്? ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹം എങ്ങനെയുണ്ട്? ഇന്ന് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം. ഇന്നത്തെ ശുശ്രൂഷകളിൽ കർത്താവിനെ ഉയർത്താത്ത, ആത്മാവിൻ്റെ ശുശ്രൂഷ എപ്പോഴും കർത്താവിനെ ഉയർത്തുന്ന ശുശ്രൂഷയാണ്. എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ ഉയർത്തേണ്ട സ്ഥാനത്ത് വരങ്ങളെ ഉയർത്തി ശുശ്രൂഷയുടെ ഭക്തിയുടെ വഞ്ചന മുഖമായിട്ട് ജനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടത്തെ കാണാൻ പറ്റും. നമ്മൾ നോക്കണം, അന്യഭാഷയെക്കുറിച്ചും മറ്റുള്ള അങ്ങനെയുള്ള പ്രവചനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഇത്രമാത്രം ആത്മീയതയുടെ വേഷത്തിൽ വഞ്ചിക്കുക. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട്. ഞാനത് പറയാം. അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഉണ്ടോ? കർത്താവിനെ മഹത്വപ്പെടുത്താത്ത ഒരു ശുശ്രൂഷയും ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ല പ്രിയമുള്ളവരെ. അത് ആത്മീയമല്ല, അത് പൈശാചികമാണ്. നമുക്ക് കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ
നമുക്ക് മറ്റുള്ളവരിലേക്ക് കർത്താവിനെ പകരുവാൻ കഴിയുന്നില്ല എങ്കിൽ, മറ്റുള്ളവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ, ഇതെല്ലാം ഭക്തിയുടെ വേഷം ധരിച്ച കപടതയുടെ മുഖങ്ങളാണ്. ഇവയെല്ലാം വാസ്തവത്തിൽ മനുഷ്യനെ വഞ്ചിക്കുക. നിങ്ങളൊരു തുറന്ന മനസ്സോടെ നിങ്ങൾ ഈ വചനങ്ങൾ കേൾക്കണേ. വഞ്ചിക്കപ്പെടരുതേ പ്രിയമുള്ളവരെ. വളരെ ഭാരമുണ്ട്. ഇന്നത്തെ ആത്മീയഗോളം എന്തുമാത്രം തകർന്ന് താളടിയാകുകയാണ്. കർത്താവ് ഓർപ്പിച്ച ഒരു വാക്യം കൂടി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അതല്ലേ പ്രിയമുള്ളവരെ സത്യം. അവരുടെ ഫലത്താൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് യഥാർത്ഥമായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ നമ്മൾ വിവേചിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. നമ്മൾ ഇടപെടുമ്പോൾ, നമ്മളോട് മറ്റുള്ളവർ വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്താൽ നിയുക്തരായിട്ടുള്ളവരാണോ, ഇവർ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവരാണോ, യഥാർത്ഥമായും ദൈവത്തിൻ്റെ ആത്മാവ് ഇവരിലുണ്ടോ, കർത്താവിനാൽ ഐക്യപ്പെട്ടവരാണോ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആത്മീയ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ടും ഞാൻ അനേക വർഷങ്ങൾ ഇങ്ങനെയുള്ള വലിയ ആത്മീയയുടെ പ്രൗഢി കാണിച്ചുകൊണ്ട് വഞ്ചിക്കുന്ന ഈ വലിയൊരു കൂട്ടത്തിന് മധ്യത്തിൽ ജീവിക്കുവാൻ ഇടയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനാനുസരണമുള്ള ഒരു കാര്യവും അവിടെ ഇല്ല. തികച്ചും ഫോഷ്കിൻ്റെ ആത്മാവാണ്, വഞ്ചനയുടെ ആത്മാവാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ. കർത്താവിന് പ്രയോജനമുള്ളവരായി, കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗമുള്ളൊരു പാത്രമായി തീരുവാൻ നിങ്ങളെ സമർപ്പിച്ചാൽ കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് ഏതൊരു ആത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കരുതേ. യഥാർത്ഥമായും ഓരോ ദിവസവും നമുക്ക് ക്രിസ്ത്യാനിരൂപരായി തീരുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിനയപ്പെട്ടും തങ്ങളെ തന്നെ താഴ്ത്തി ഓരോ ദിവസവും കർത്താവിന് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ശ്രദ്ധിക്കുക. നിശ്ചയമായും നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഒരു യഥാർത്ഥമായിരിക്കുന്ന സത്യം നമ്മൾ കേൾക്കുമ്പോൾ സത്യം അംഗീകരിക്കാൻ ഒരു മനോഭാവം നമുക്ക് വേണം. സത്യത്തിൻ്റെ ആത്മാവാണെങ്കിൽ നമുക്കതിന് കഴിയും. അതുകൊണ്ട് ആരും വഞ്ചിക്കപ്പെടരുതേ. ഈ അന്ത്യകാലത്ത് അനേക നിലകളിൽ ജനങ്ങൾ ആത്മീയ ജീവിതം തകർന്ന് താളടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരും വഞ്ചിക്കപ്പെടാതെ ഇന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മാവ് തന്നെയാണോ, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണോ, ആ പരിശുദ്ധാത്മാവിലാണോ ഇന്ന് ഞാൻ നടത്തപ്പെടുന്നത് എന്ന് പരിശോധിക്കൂ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഫലം എന്നിൽ കാണുന്നുണ്ടോ? യഥാർത്ഥമായും കർത്താവ് എന്നിലൂടെ മഹത്വം എടുക്കുന്നുണ്ടോ? എനിക്ക് എൻ്റെ കർത്താവിനെ ഉയർത്തി കാണിക്കാൻ കഴിയുന്നുണ്ടോ? ഈ വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കണം. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സത്യവചനം മനസ്സിലാക്കുവാനും ഈ യഥാർത്ഥ സത്യത്തിൻ്റെ പാതയിൽ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു കാത്തിരിപ്പാനും കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.